ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. എപ്പോഴത്തെയും പോലെ ഇന്ന് ഞാനൊരു മോർണിംഗ് റുട്ടീനായിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്ന് ഡേ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് മോളെ മദ്രസയിലേക്ക് കൊണ്ടുവിട്ടതിന് ശേഷമാണ്. ഇന്ന് ഞാൻ ലഞ്ചിന് ചോറ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് രാവിലെ തന്നെ ചോറുണ്ടാക്കുകയാണ്. എന്താണ് ചോറിൻ്റെ കൂടെ എന്ന് വെച്ചാൽ പടവല വറവും ചോറും പിന്നെ പരിപ്പ് കറിയുമാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത്. പിന്നെ ഞാൻ സ്നാക്സിന് ഫ്രൂട്ട്സ് കൊടുക്കുന്നില്ല, ബ്രെഡാണ് കൊടുക്കുന്നത്. ബ്രെഡ് വാട്ടിയിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ അതും പിന്നെ എന്താ പറയുക, ഞാൻ രാവിലത്തെ എന്തൊക്കെ ചെയ്യുന്നുണ്ട് അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണുന്നത്. ആദ്യം തന്നെ ഞാൻ ചോറാണ് ഉണ്ടാക്കണത്. അപ്പോൾ ഇന്നലെ ഇഡ്ഡലിയും ചട്നിയൊക്കെ ആയിരുന്നു കൊടുത്തത്. പിന്നെ എന്തായാലും ചോറുണ്ടാക്കാമെന്ന് വിചാരിച്ച് പിന്നെ ഇതിൽ കറി എന്തായാലും മോൾക്ക് ഇഷ്ടമാവും. പരിപ്പ് കറി മോൾക്ക് എന്നല്ല, എനിക്കും ഭയങ്കര ഇഷ്ടമാണ് പരിപ്പ് കറി. അപ്പോൾ പരിപ്പ് കറിയും ഈ ഒരു പടവല വറവും ചോറും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം പിന്നെ ഇഷ്ടപ്പെട്ട ഫുഡ് എന്താ ചോദിച്ചാൽ അങ്ങനെയൊന്നുമില്ല. എല്ലാ ഫുഡും ഇഷ്ടമാണ്, ഇഷ്ടമില്ലാത്ത ഫുഡൊന്നുമില്ല, എല്ലാം കഴിക്കും. ആ ഒരു രീതിയാണ് ഞാൻ. അപ്പോൾ പരിപ്പ് കറിയും ചോറും പിന്നെ ഒരു ഓംലേറ്റും പിന്നെ വറവൊക്കെ ഉണ്ടെങ്കിലും സ്വർഗ്ഗമാണ്. എനിക്ക് സമാധാനം എന്താ പറയുക, അത്രയും എൻജോയ് ചെയ്ത് കഴിക്കും ഞാൻ. അപ്പോൾ ഞാൻ എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കിട്ടാണ്ട് എൻജോയ് ചെയ്തിട്ടുള്ള ഫുഡ് കഴിച്ചത് എപ്പോഴാന്ന് വെച്ചാൽ, ഇങ്ങനെ വിശന്നിരിക്കുന്ന ഒരാൾക്ക് ഒരു ഫുഡ് കിട്ടാൽ അത്രയും ആയിരിക്കില്ല അവരുടെ മനസ്സ് നിറയൽ. അതുപോലെ എനിക്ക് മനസ്സ് നിറഞ്ഞിട്ടുണ്ടായത് എനിക്ക് കൊറോണ വന്ന സമയത്തായിരുന്നു. ആ സമയത്ത് വായിൽ ടേസ്റ്റ് ഇല്ല, എന്ത് കഴിക്കാനുള്ള താല്പര്യമില്ല. പക്ഷെ ഒരു ദിവസം എനിക്ക് എന്താ പറയുക, എന്തെങ്കിലുമായിട്ട് കഴിക്കണം, പഠിച്ചാൽ എന്തെങ്കിലുമൊക്കെ തിന്നാൻ വേണമെന്നില്ല മൈൻഡായിരുന്നു. അപ്പോൾ പിന്നെ ഉമ്മ ചോറ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഓർമ്മയില്ല കറക്റ്റ് പരിപ്പ് കറിയാണോന്ന്, പക്ഷെ ഒരു ഓംലേറ്റ് ഉണ്ടായിരുന്നു. ഞാനിങ്ങനെ നമ്മൾ കറി വിളമ്പുന്ന ഒരു കുഴിയില്ല പാത്രം ഉണ്ടാവുമല്ലോ, അപ്പോൾ ആ ഒരു പാത്രത്തിൽ ഞാൻ ചോറ്, ഓംലേറ്റ് പിന്നെ കറി, വറവുണ്ടോയെന്നില്ല കാര്യത്തിൽ ഓർമ്മയില്ല. പക്ഷേ ഓംലേറ്റ് ഞാൻ ഉണ്ടാക്കിയോണ്ട് എനിക്കത് ഓർമ്മ ഉണ്ടായിരുന്നു. പിന്നെന്താ പറയുക, ഉമ്മാക്കും കഴിയുന്നുണ്ടായിട്ടില്ല, എനിക്കും. എല്ലാവരും ആ ഒരു സമയത്ത് സൈഡാണല്ലോ, അപ്പോൾ എല്ലാം കൂടെ ഉമ്മ ഒരു തട്ടിക്കൂട്ട് സെറ്റപ്പ് ആക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ ഒരു കറിയൊക്കെ വിളമ്പുന്ന ഒരു കുഴിയില്ല പാത്രത്തിലായിരുന്നു ഞാൻ ചോറും ഇതൊക്കെ ഇട്ടിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. അന്നേരം ഞാൻ ലൈഫിൽ ആദ്യമായിട്ട് വെളിങ്ങനെ വാരിയിട്ട് തിന്നത് അന്നേരമായിരിക്കും. അല്ലെങ്കിൽ ഞാൻ ചെറുങ്ങനെ വാരി തിന്നുന്ന ഒരു ടൈപ്പാണ്. അപ്പം എന്താ പറയുക, അത്രയും ആസ്വദിച്ച്, ഒരു ടേസ്റ്റ് ഇല്ലെങ്കിലും ഞാൻ ആ ഫുഡ് ആസ്വദിച്ചിട്ടായിരുന്നു കഴിച്ചിട്ടുണ്ടായത്. അതുകൊണ്ട് ആ ഒരു ഓർമ്മ എനിക്ക് എപ്പോൾ ഉണ്ടാവും. അപ്പോൾ ചില ദിവസങ്ങളിൽ ഇപ്പോൾ നല്ലോണം വിശന്നിരിക്കുന്ന സമയത്തില്ലേ ഞാൻ അങ്ങനെ ഫുഡ് കഴിക്കുമ്പോൾ എനിക്ക് അത് ഓർമ്മ വരുത്തുന്നുണ്ട്. കൊറോണൻ്റെ സമയത്ത് ഞാൻ എൻ്റെ വീട്ടിലായിരുന്നു ഉണ്ടായത്. എൻ്റെ മോക്കാണെങ്കിൽ 1 വയസ്സാവുന്നേ ഉണ്ടായിട്ടുള്ളൂ. 1 വയസ്സ് കൊറോണൻ്റെ സമയത്തായിരുന്നു 1 വയസ്സ് ആയത്. അപ്പം എന്താ പറയുക, ആ ഒരു ടൈമൊക്കെ എൻ്റെ റബ്ബേ, ചെറിയ കുഞ്ഞ് കൊറോണ മാസ്കൊക്കെ ഇട്ടിട്ടായിരുന്നു ഞാൻ ഫീഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ എൻ്റെ കൂടെ തന്നെ മോളുണ്ടാവില്ല. അപ്പോൾ ആദ്യമായിട്ട് മോളെ ഞാൻ മാറ്റി കിടത്തിയിട്ടുണ്ടായത് അന്നത്തെ ആ ഒരു സമയത്തായിരുന്നു. എനിക്കും ഉമ്മാക്ക് ഉണ്ടായിരുന്നോന്നറിയില്ല. ഫസ്റ്റ് എൻ്റെ ഉപ്പുമാക്കായിരുന്നു ഇങ്ങനെ ജലദോഷം പനിയൊക്കെ വന്നിട്ടുണ്ടായത്. പിന്നെ എന്താ പറയുക, ഉമ്മാക്ക് വന്ന് പിന്നെ എനിക്ക് വന്നപ്പോഴായിരുന്നു ടെസ്റ്റ് ചെയ്ത് നോക്കിയത്. കാരണം ഇങ്ങോട്ടേക്ക് ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് വരാൻ വേണ്ടി നിന്നപ്പോഴായിരുന്നു ടെസ്റ്റ് ചെയ്ത് നോക്കിയത്. ആ ഒരു സമയത്ത് ഞാനും അനിയത്തിയും ഒരു കരിക്കിൻ്റെ വെള്ളമൊക്കെ കുടിച്ചത് നമുക്ക് ഓർമ്മയുണ്ട്. ഹോസ്പിറ്റലിൽ ഇത് ചെക്ക് ചെയ്യാൻ വേണ്ടി പോയി. അപ്പം എന്താ പറയുക, ഉമ്മ, അനിയത്തി, ഞാൻ ടീമിൽ ഏറ്റവും കൂടുതൽ എല്ലാം മുൻകൂട്ടി ഇറങ്ങി ചെയ്യുന്നത്, ടെസ്റ്റ്, ഒരു അസുഖം വന്ന ടെസ്റ്റ് ചെയ്യൽ, പിന്നെ ഇങ്ങനെ കൊറോണ ടെസ്റ്റ് ആയാലും പോസിറ്റീവായാലും നെഗറ്റീവായാലും ചെയ്യണമെന്നില്ല മൈൻഡിൽ ചെയ്യൽ അത് ഞാനായിരിക്കും. ഉമ്മാക്കും പേടിയാന്ന്, അതുപോലെ തന്നെ അനിയത്തിക്കും പേടിയാന്ന്. അതുപോലെ വാക്സിൻ എടുക്കാനായാലും എല്ലിനും മുൻകൂട്ടി ഇറങ്ങിയിട്ടുണ്ടായത് ഞാനാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ഞാനും അനിയത്തിയും കൂടെ എന്താ പറയുക, ഇളനീർ കുടിക്കാൻ വേണ്ടി പോയിട്ട്, ഇളനീർ കുടിക്കുന്നത് ശരിക്കും എന്താ കുടിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല, വായിലേക്കൂടെ എന്തോ താഴേക്ക് ഇറങ്ങി പോകുന്നുണ്ട്, അത്രേ ഫീലുള്ളൂ. അപ്പം ഞാനും അനിയത്തി അവിടെ ഇരുന്ന് ചിരിച്ചിട്ടുണ്ട്. ഈ വീഡിയോ കണ്ടോക്ക് എന്തായാലും മനസ്സിലാവും ആ ഒരു സംഭവം. ആ ഒരു ടൈമൊന്നും എനിക്ക് ശരിക്കും പറഞ്ഞാൽ മറക്കാനേ പറ്റില്ല. പിന്നെന്താ പറയുക, കൊറോണ വന്നത് എങ്ങനെയാണെന്നും കൂടെ അറിയില്ലായിരുന്നു നമുക്ക്. കാരണം അങ്ങനെ എവിടെയും പോക്കുണ്ടായിട്ടില്ല, പൊരള് തന്നെ ആയിരുന്നു. കൊറോണ വന്ന ആ സമയത്തൊന്ന് ഇവിടുന്ന് എൻ്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി ഞാൻ രാവിലെ പോയിട്ടുണ്ട്. ആ ക്വാറൻറ്റൈൻ സമയത്ത് ഇങ്ങനെ പേടിച്ചിട്ട് ഇങ്ങനെ എന്താ പറയുക, പോലീസിന് കൊടുക്കാനുള്ള ലെറ്ററൊക്കെ ആക്കിയിട്ടാണല്ലോ പോവാൻ. അപ്പോൾ അങ്ങനെയായിരുന്നു ഞാൻ പുറക്കെത്തിപ്പെട്ടത്. എങ്ങനെയാണ് കൊറോണ വന്നത് എന്നറിയില്ല. കാരണം ഭയങ്കര ഉസ്പായിരുന്നു ആ സമയത്ത് എനിക്ക്. ഈ ഒരു പ്ലാസ്റ്റിക്കിൽ
കൊണ്ടുവന്ന ബിസ്ക്കറ്റൊക്കെ പുറമെ സോപ്പൊക്കെ ഇട്ട് കഴുകി അങ്ങനെയൊക്കെ ആയിരുന്നു ഞാൻ എന്താ പറയുക സ്വയം ട്രീറ്റ് ചെയ്തിട്ടുണ്ടായത്. പക്ഷെ എന്നിട്ടും വന്നു, അതൊക്കെ പഠിച്ചവൻ്റെ ഒരു ഇതാണ്. അപ്പോൾ ആ സമയത്ത് നീ അങ്ങനെ കളിച്ചിട്ട് നിനക്ക് കൊറോണ വന്നില്ലേ എന്നൊക്കെ കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. ചിലപ്പോൾ നമ്മൾ കളിച്ച കളി ശരിയായിട്ടുണ്ടാവില്ല, എന്താണെന്നറിയില്ലല്ലോ. അപ്പോൾ അങ്ങനെയായിരുന്നു ഞാൻ. ഭയങ്കര എന്താ പറയുക, ഉപ്പയൊക്കെ പുറത്തു പോയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ തൊടാൻ വിടില്ല, കൈയൊക്കെ കഴുകുന്ന അറിയും. ഞാനാ പുറത്തു പോയെങ്കിലും ഞാൻ വരുന്നതിന് തന്നെ ഓരോ സംഭവങ്ങൾ ഓരോ മൂലക്കായിട്ട് അയച്ചിട്ട് പിന്നെ ഫ്രഷ് ആയതിന് ശേഷം മാത്രമേ എന്താവും ഉള്ളിലേക്ക് തന്നെ കയറാൻ, വേറെ എവിടെയും പോലെ ഡയറക്റ്റ് ബാത്റൂമിലേക്ക് പോയിട്ട് ക്ലീൻ ആക്കിയിട്ട് വരും. അങ്ങനെയായിരുന്നു ഉണ്ടായത്. അപ്പോൾ പിന്നെ അതൊക്കെ അങ്ങനെയൊക്കെ ആയിരുന്നു ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ മെയിനായിട്ട് നമ്മൾ എന്താ പറയുക, നമ്മൾ ആ ഒരു ടോപ്പിക്കിൽ നിന്ന് വഴിമാറിപ്പോയി. ആ ഒരു സമയത്ത് കഴിച്ച ആ ഒരു ഫുഡ് ഞാൻ ഇനി ഒരിക്കലും മറക്കില്ല എന്ന് എനിക്ക് തോന്നില്ല. കാരണം ആ സമയത്ത് എനിക്ക് അത്രയും ആർത്തിയോടെയായിരുന്നു ഞാൻ ഫുഡ് കഴിച്ചിട്ടുണ്ടായത്. ടേസ്റ്റ് ഇല്ലാത്ത ഫുഡായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇപ്പോൾ എൻ്റെ ആ മനസ്സിൽ അതുണ്ട്. ആ ഒരു സമയത്ത് ഞാൻ കഴിച്ച ആ ഒരു ആ ഫുഡ് കഴിച്ച രീതിയും ഫുഡ് കഴിക്കാൻ എവിടെ ഇരുന്നതെന്നൊക്കെ. അങ്ങനെ ഓരോ സംഭവങ്ങളും നമ്മളെ മൈൻഡിലുണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ നമ്മളെ ചോറ് കറി ഒക്കെ ആയി റെഡിയായി. പിന്നെ അതുപോലെ തന്നെ വറവും റെഡി ആയിട്ടുണ്ട്. വറവിന് കുറച്ച് തേങ്ങയും കൂടെ ഇട്ട് കൊടുത്താൽ നമ്മളെ വറവ് ഇവിടെ സെറ്റാവും. അപ്പം ഈ ഒരു വറവ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇഷ്ടമില്ലാത്ത വറവുണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല, എല്ലാം കഴിക്കും. അങ്ങനത്തെ ഒരു പ്രകൃതാണ്. ഇനിയിപ്പോൾ ചെയ്യാനുള്ളത്, മോളിന്ന് 7:30 ആ സമയമാകുമ്പോൾ തന്നെ വന്നിട്ടുണ്ടായിരുന്നേ. ഇന്ന് മദ്രസയിലേക്ക് കൊണ്ടുവിട്ട് കൂട്ടാൻ പോയത് ഞാനല്ല. അപ്പുറത്തുനിന്നില്ല ഒരു കുട്ടി ഉണ്ടായിരുന്നു. മദ്രസയിൽ വരുമ്പോൾ അവരെ വണ്ടിയിലായിരുന്നു വന്നിട്ടുണ്ടായത്. കാരണം ഇന്ന് 7:30 മദ്രസ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, എക്സാം ആയതുകൊണ്ട് തന്നെ. അപ്പോൾ മോള് വന്നപാട് തന്നെ ഞാൻ ഓക്ക് കഴിക്കാനുള്ള നാസ്ത കൊടുക്കുകയാണ്. അപ്പോൾ 10 തലേന്ന് രാത്രിയിൽ 10 നമുക്കുണ്ടായത്. അപ്പോൾ നമ്മൾ കുറച്ചധികം തന്നെ ചുട്ട് അത് രാവിലത്തേക്കും കൂടെ കഴിക്കാം. ഒരു നേരത്തെ ഒരു ഭക്ഷണം ഉണ്ടാക്കൽ കുറഞ്ഞ അത്രയും സമാധാനം എന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പം എല്ലാം ഒപ്പിച്ചിട്ട് അങ്ങനെ കഴിക്കാമെന്ന് വിചാരിക്കും. ഇനിയിപ്പോൾ നമ്മളുടെ പരിപ്പ് കറി ഒന്ന് കാച്ചി കൊടുക്കണം. വെളുത്തുള്ളി ഇട്ടാൽ നല്ലതാണ് കേട്ടോ, ഗ്യാസും കയറൂല. അങ്ങനെ വെളുത്തുള്ളി ഇടാൻ ഓർമ്മ ഉണ്ടായിട്ടില്ല. പിന്നെ എന്താ പറയുക, മോള് വന്ന് മോക്ക് ഫുഡ് കൊടുക്കൽ പിന്നെ ഒരു റഷായിട്ടല്ലോ ഞാൻ. അതിൽ പോയിട്ട് പിന്നെ തിരിച്ചു വരുന്ന സമയത്ത് നല്ലോണം ബുദ്ധിമുട്ടാവും. അതായത് മദ്രസയിലേക്ക് പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ഇതൊന്നും ആയിട്ടില്ലെങ്കിൽ ഒരു ടെൻഷനാണ്. അതിൻ്റെ ഇടയിലൊന്ന് പാളിപ്പോയത്, നമ്മൾ ഇന്ന് ഉണ്ടാക്കിയ ചോറ് വെന്തിട്ടുണ്ടായിട്ടില്ല. അപ്പം ചോറ് അവിടെ ഇങ്ങനെ അടച്ചു വെച്ചിട്ട് അങ്ങനെയായിരുന്നു ഉമ്മ വേവിക്കലുണ്ടായത്. അപ്പോൾ തിളക്കൽ കുറഞ്ഞുകൊണ്ടാണോ എന്നറിയില്ല, സംഭവം വെന്തിട്ടില്ല. അപ്പം ഇത് ലാസ്റ്റ് ടൈം ഞാൻ ഡൈനിങ് ടേബിളിലേക്ക് ടിഫിൻ ക്ലോത്തൊക്കെ വിരിച്ച് എല്ലാ സംഭവങ്ങളും എടുത്തു വെച്ച് ആ ലാസ്റ്റ് ടൈമായിരുന്നു. വണ്ടി വരാൻ ഇനി മിനിറ്റുകൾ മാത്രമേ ബാക്കിയുള്ളൂ എന്നില്ല. ആ ഒരു ടൈമിലായിരുന്നു ഞാൻ എല്ലാ സാധനങ്ങളും എടുത്തു വെച്ച്. അതായത് ലഞ്ചിന് വേണ്ടിയിട്ടുള്ള കറിയും വറവും അതുപോലെ സ്നാക്സ് എല്ലാം എടുത്തു വെച്ച് ചോറിടുന്ന സമയത്തായിരുന്നു മനസ്സിലായത് ചോറ് വന്നിട്ടില്ല എന്ന്. ആകെ ടെൻഷനായി എനിക്ക്. വേറെ ആണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു വിടാൻ വിചാരിക്കാം. അത് രാത്രിത്തെ എൻ്റെ കൊടുക്കാനും കഴിയില്ലല്ലോ. പക്ഷേ എന്ത് ചെയ്യും, ഞാനൊരു 5-6 മിനിറ്റേക്ക് ഫുള്ള് ഷോക്കായി. എന്താ ഇനിയിപ്പോൾ തിളപ്പിക്കാനും കഴിയില്ല, ചോറാണെങ്കിൽ ഒട്ടും വന്നിട്ടില്ല. അപ്പോൾ പിന്നെ ഉമ്മയോട് ഞാൻ പറഞ്ഞു കുറച്ച് മാത്രം എടുത്ത് തിളപ്പിച്ചാലോ എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ ചേച്ചി താത്തയുടെ അടുത്ത് പോയാലോ, കാരണം ഇനിയിപ്പോൾ എന്തായാലും അവിടെ പോയിട്ട് തിരിച്ച് വരുമ്പോഴത്തേക്ക് എന്തായാലും എന്താവും, വണ്ടി വരും. ആ സമയം കൊണ്ട് നമുക്കിത് തിളപ്പിക്കാൻ പറഞ്ഞിട്ട് ഫുള്ള് ബേജാറായിരുന്നു. ഉമ്മ കൂളായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു, പക്ഷെ എനിക്ക് ഭയങ്കര ബേജാറായിരുന്നു. അങ്ങനെ ആ ലാസ്റ്റ് ടൈമിൽ നമ്മളുടെ ചോറ് റെഡി ആയിട്ടുണ്ടായിരുന്നു. കുറച്ച് മാത്രം ഓക്കെടുത്ത് തിളപ്പിച്ചുകൊണ്ട് തന്നെ വേഗമായി. പിന്നെ അത് വേഗം ഊറ്റി പിന്നെ ഇപ്പോൾ ഇതെല്ലാം എടുത്തു വെക്കണം. ഈ ഒരു ലാസ്റ്റ് ടൈം ഏകദേശം വണ്ടി വരേണ്ട ആ ഒരു ടൈമായി. ഓളാണെങ്കിൽ ആകെ കുഴപ്പമില്ലുമ്മ, അത് ചോറ് വന്നിട്ടില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല, ഞാനത് തിന്നോളാം അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരിക്കും കുറച്ചൊരു വേവ് സെറ്റായിനെങ്കിൽ എന്തായാലും കൊടുക്കാമായിരുന്നു. പക്ഷേ അത് വന്നിട്ടുണ്ടായിട്ടില്ല ഒട്ടും. അപ്പോൾ പിന്നെ ഓരോ ദിവസം നമുക്ക് ഓരോന്ന് എക്സ്പീരിയൻസ് ചെയ്യണമല്ലോ. അങ്ങനെ നമ്മളുടെ സാധനങ്ങളൊക്കെ റെഡിയായി. ഇനി ഇത് കിറ്റിലെടുത്ത് വെച്ചിട്ട് മോളെ പറഞ്ഞു വിടണം. ആ ഒരു സമയത്തിന് മുന്നേ തന്നെ മോൻ എണീറ്റിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഗ്യാപ്പ് കിട്ടുന്ന സമയത്ത് ഞാൻ ഓനൊന്ന് ഫ്രഷ് ആക്കിയിട്ടുണ്ടായിരുന്നു. കാരണം മോക്ക് ഫുഡ് കൊടുക്കുന്ന സമയത്ത് ഓനിക്കും കൂടെ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ 2-3 പ്രാവശ്യം മോനിക്കും കൊടുത്ത് ഓനവിടെ സെറ്റാക്കി ഇരുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ ഇന്നത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇൻഷാല്ലാ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. അപ്പം നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് അതുവരേക്കും ബൈ ഓൾ.